ഇത് രണ്ടും വസ്തുതാപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഒന്ന്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ 10 വർഷമായി ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു ചെറിയ അച്ചീവ്മെന്റ് ഒന്നുമല്ല. നമ്മൾ സംസാരിക്കുന്നത് 2 ആണവ ശക്തികളെ പറ്റിയാണ്. ഈ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാഷ്ട്രങ്ങളെ പറ്റിയാണ്. അപ്പൊ അത് മാത്രമല്ല, മുംബൈ ആക്രമണം ഉണ്ടായിട്ട് പോലും നിലനിന്നിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റും തമ്മിൽ നേരിൽ കാണുകയുണ്ടായി. ഒന്ന് അജ്മീർ ആസിഫ് അലി സർദാരി വന്നപ്പോഴും 2 തെഹ്റാനിൽ വെച്ചും. സർക്രീക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് വക്കുവരെ ചെയ്തതാണ് നമ്മൾ. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നയതന്ത്രപരമായിട്ടുള്ള പരിഹാരം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പറ്റില്ല, കരുത്തിന്റെ ഭാഷ മാത്രമേ പറ്റൂ എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1. 2, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയതുകൊണ്ട് ഭാവിയിൽ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. നമ്മളതിനെ സ്ട്രാറ്റജിക്കലി നോക്കുകയാണെങ്കിൽ, നയതന്ത്രപരമായി നോക്കുകയാണെങ്കിൽ. കാരണം പാകിസ്ഥാൻ ഇന്ന് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മുഴുവൻ പ്രശ്നമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക അടുത്ത വർഷം പിന്മാറാനിരിക്കുകയാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാന് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പുതിയ ഭരണകൂടം വരികയാണെങ്കിൽ 1980കളുടെ അവസാനം കാശ്മീരിൽ എന്താ ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മിലിറ്റൻസിനെ കാശ്മീരിലേക്ക് കൊണ്ടുവന്ന് അത് ഒരു സ്ട്രാറ്റജിക് മേൽക്കോയ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങാവുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ഇനിയും മൂർച്ഛിക്കുകയാണെങ്കിൽ. അപ്പോ ഈ കരുത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് അത് അതിനേക്കാൾ ഏറെയായിട്ട് നമ്മൾ നയതന്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധം, നല്ല വ്യാപാര ബന്ധവും അതുപോലെ നയതന്ത്ര ബന്ധവും എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, എങ്ങനെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വളരെ നന്ദി ശ്രീ സ്റ്റാൻലി ജോണി, ശ്രീ എം ടി രമേശ്, ശ്രീ കെ പി ധനപാലൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.